വളരെയേറെ ബഹുമാനവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് ഇസ്ലാമിൽ റസാഖ് മദനി, അതുപോലെ മറ്റു ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ SYS-ന്റെയും സംഘകുടുംബത്തിന്റെ നേതാക്കളെ, പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് നാളെ മരിച്ചാൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവന്റെ ദീനിന്റെ യഥാർത്ഥ സ്വാധീനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുമാറാകട്ടെ. ഇസ്തിഖാമ എന്ന വിഷയത്തെ സംബന്ധിച്ച് കുറച്ചു നേരം നിങ്ങളോട് സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. SSF, SYS, KMJ ഈ മൂന്ന് സംഘടനയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സംഘടന നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളും സാദാതീകളും നമുക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് നടത്താൻ ചെയ്തു തന്ന ഒരു വേദിയാണ്. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ കൊണ്ട് പല പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കൂട്ടമായ പ്രവർത്തനം ആവശ്യമാകും. അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ, നേതാക്കൾ നമുക്ക് സംഘടന സെറ്റപ്പ്, അതിന്റെ വ്യവസ്ഥ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. സംഘടന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഒരേ മനസ്കരായ കുറെ ആളുകൾ ഒരുമിച്ചുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സംഘടന എന്ന് പറയുന്നത്. അതിന്റെ നിർവചനത്തിൽ തന്നെ കാണാൻ കഴിയും സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അതിന്റെ നിർവചനം നോക്കുമ്പോൾ കാണാം, സമാന മനസ്കരായ എന്നൊരു ലഫ്ള് നമുക്ക് കാണാൻ കഴിയും. സമാന മനസ്കരായ ഒരേ മനസ്സിന്റെ ആളുകൾ, 100 മെമ്പേഴ്സുമാരുണ്ടെങ്കിൽ 100 ആളുടെയും മനസ്സ് ഒന്നാകണം. ഒരേ മനസ്സിലുള്ള, ഒരേ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടി പ്രവർത്തിക്കുന്നതിനാണ് സംഘടന എന്ന് പറയുന്നത്. അപ്പോ സമാന മനസ്കരായ ഒരേ മനസ്സുള്ള ആളുകൾ ഒത്തൊരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് സംഘടന എന്നതിന്റെ പറയുന്നത്. 100 മെമ്പേഴ്സുമാരുണ്ട്, 100 ആളുകൾ 100 ചിന്താഗതിയിലാണ് എങ്കിൽ അതിന് സംഘടന എന്ന് പറയില്ല. അത് സംഘടന ആവുകയുമില്ല. 100 ആളുകളും ഒരേ മനസ്സുള്ള ആളുകളാകണം. അപ്പോഴേ എന്താവുള്ളൂ, അത് സംഘടന ആവുകയുള്ളൂ. ഇത് സംഘടനയെ നിർവചിക്കുന്ന മറ്റുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും അവർ നൽകുന്ന നിർവചനം അങ്ങനെ തന്നെയാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ 5 വക്ത് നിസ്കാരത്തിന്റെ ജമാഅത്ത് അതൊരു കൂട്ടായ്മയാണല്ലോ. കുറെ ആളുകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം. അവിടെ നമുക്ക് കാണാം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സഫ് കറക്റ്റ് ആയില്ലെങ്കിൽ അവരെ മനസ്സ് ഛിന്ന ഭിന്നമാകും.
സഫ് എങ്ങനെ ഓരെയാകുന്നോ അതുപോലെ ആയിരിക്കും അവരുടെ ആ നാട്ടുകാരുടെ മനസ്സ്, യോജിപ്പും ഐക്യവും ഉണ്ടാവുകയില്ല. അപ്പൊ സഫ് നേരെയായാലോ നാട്ടുകാരെല്ലാവരും ഒരേ മനസ്കരാകും, അവരുടെ ചിന്താഗതികൾ ഒന്നാകും, യോജിപ്പും ഐക്യവും ഉണ്ടാകും എന്ന് പറയുമ്പോൾ സംഘടനയുടെ നിർവചനവും ഈ പറയുന്ന താല്പര്യവും നമുക്ക് തമ്മിൽ അതിന്റെ ബന്ധം മനസ്സിലാക്കാൻ കഴിയും. ഇരിക്കട്ടെ, നമ്മുടെ ഈ സംഘടനയെ ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ SSFന്റെയും SYSന്റെയും KMJD മെമ്പേഴ്സുമാരുണ്ടല്ലോ. എന്തിനാണ് ഞാൻ സംഘടനയിൽ ചേർന്നത്? സംഘടനയിൽ ചേർന്ന് എന്റെ ഉത്തരവാദിത്വവും എന്റെ പണിയും എന്താണ്? ഞാൻ എന്ത് പ്രവർത്തിച്ചു എന്ന് പ്രവർത്തിക്കണം. പലർക്കും ഇത് അറിയില്ല. ഞാൻ മെമ്പറാണ്, SYSന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, KMJന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, മെമ്പറായി. എന്ത് ചെയ്യണം? എന്റെ ഡ്യൂട്ടി എന്താണ്? ഞാൻ എന്തിന് മെമ്പറായി SYSന്റെ അംഗത്വം, അതിന്റെ സദസ്യത്വം ഞാൻ എടുത്ത് എന്തായി, എന്ത് വേണം, എങ്ങനെ വേണം, ഇത് ഓരോ സംഘാടകനും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഒന്നാമതായി, ഏതൊരു മെമ്പറും SYS ആവട്ടെ, SSF ആവട്ടെ, KMJ ആവട്ടെ, നമ്മുടെ സംഘശക്തിയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യവും ഉദ്ദേശവും നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുക എന്നതാണ്. അതിനു വേണ്ടിയാണ് ഈ സംഘടന തുടക്കം തന്നെ ഉണ്ടായത്. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി ജംഇയ്യത്തുൽ ഉലമ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയാണല്ലോ. ഈ സംഘടന രൂപീകരിച്ചതിനായിരുന്നു. അതിന്റെ ശേഷമാണല്ലോ SYSഉം SSFഉം KMJയും ഒക്കെ വന്നത്. ഈ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സംഘടന നിലവിൽ വരാനും രൂപീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരുന്നു. അഥവാ വഹാബികളടക്കമുള്ള പുത്തൻവാദികൾ സംഘടിതരായിക്കൊണ്ട് വിദേഹത്ത് പ്രചരിപ്പിച്ചപ്പോ ആ വിജയത്തിന്റെ പ്രചരണത്തിന് തടയിടാനും ഈ മുസ്ലിം ഉമ്മത്തിനെ വിജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈമാനോടുകൂടി ജീവിക്കാൻ വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിക്കാനാണല്ലോ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ ഈമാനിന്റെ സംരക്ഷണമാണ്. ഇതിനാണ് SSF ഉള്ളതും, ഇതിനാണ് SYS ഉള്ളതും, ഇതിനാണ് KMJ ഉള്ളതും. കാരണം ഈമാനില്ലാതെ ബാക്കി നിങ്ങൾ എത്ര റിലീഫ് നടത്തിയാലും കാര്യം ഉണ്ടാവില്ല. ഈമാനില്ലാതെ എത്ര സോഷ്യൽ വർക്ക് ചെയ്താലും ഒരു ഉപകാരവും അതിനുണ്ടാവുകയില്ല. അങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആൻ എവിടെ വിജയിച്ച ആളുകളെ പറ്റി പറയുമ്പോഴും ആദ്യം പറയുന്നത് ആമനു 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 എന്നൊക്കെയാണ്. ഈമാനുള്ള ആളുകൾ, യഥാർത്ഥ ഈമാനുള്ള ആളുകൾ, അതാദ്യമായി നമുക്ക് വേണം. ഞാനിത് പറയുന്നത് ഈമാൻ നമ്മളെ കൂട്ടത്തിൽ ഈമാനില്ലാത്ത ആളുകളായിരുന്നു ചിന്തിച്ചു നോക്കണ്ട. നമ്മളൊക്കെ ഈമാനുള്ളവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വിജയത്തിലേക്ക് അല്ലെങ്കിൽ വിജയത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടാനും അറിയാതെ വിജയത്തിന്റെ ആളുകളിലേക്ക് ചാഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ വിജയത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അവരെ മദ്രസ വരെ ഇതിന്റെ പരിസരത്ത് ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാ നാടുകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോ വരുമ്പോ ഞാൻ 2-3 ദിവസം എനിക്കറിയാം മുമ്പ് തന്നെ കാജൂറിലെ അവിടെ വഹാബികൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനെതിരെ പള്ളിക്ക് പെർമിഷൻ കൊടുക്കരുത് എന്ന് അവിടുത്തെ നാട്ടുകാർ പോയി പഞ്ചായത്തോട് അപേക്ഷിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പൊ കണ്ടു. ഇങ്ങനെ വിജയത്ത്
ഉത്തരവാദികൾ നമ്മുടെ നാടുകളിലേക്ക് ഇങ്ങനെ കടന്നുകൂടുകയാണ്. ആ വിദ്യാർത്ഥിയുമായി അവരുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിനെ നശിപ്പിച്ച് കളയും. അവരുമായി ഒരു ബന്ധവും നമുക്ക് പാടുള്ളതല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ വളരെ നല്ല ശക്തിയായ നിലക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിം അൽ ഈമാൻ. എത്ര വ്യക്തമാണ് ഖുർആൻ പറയുന്നത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആശയത്തിന് എതിരായ ആശയമായി നടക്കുന്ന ആളുകൾ അവരെ സ്നേഹിക്കാൻ, അവരുമായി ബന്ധപ്പെടാനും, അവരുമായി ഇണക്കമുണ്ടാക്കാനും, അവരുമായി സൗഹൃദം ഉണ്ടാക്കാനും തങ്ങളെ എത്തിക്കുകയില്ല. لا تجد قوما يؤمنون بالله لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حد الله ورسوله. അല്ലാഹുവിനോടും റസൂലിനോടും പൊരുതുന്ന അത്തരം പുത്തൻവാദികളായ ആളുകൾ അവരെ സ്നേഹിക്കുന്നവരായി നീ ഒരിക്കലും മുഅ്മിനീങ്ങളായ ആളുകളെ എത്തിക്കുകയില്ല. വലൗ കാനൂ ആബാഅഹും, അത് നിന്റെ സ്വന്തം ബാപ്പയായാലും ശരി. നിന്റെ ബാപ്പ ഒരു വഹാബിയാണ്, മൗദൂദിയാണ്, എന്നാൽ പോലും അവരെ സ്നേഹിക്കാൻ നീ മുഅ്മിനാണോ? നിനക്ക് പറ്റുകയില്ല. ഔ അബ്നാഅഹും, അല്ല അവർ സ്വന്തം മകളാണെങ്കിലും മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, നിന്റെ സ്വന്തം സഹോദരന്മാരാണെങ്കിലും, ഔ അശീറത്തുഹും, അല്ല നിന്റെ മറ്റു കുടുംബക്കാരാണെങ്കിൽ പോലും അവരുമായി ഇണക്കമുണ്ടാക്കാനും ബന്ധമുണ്ടാക്കാനും ഒരു മുഅ്മിനെ കിട്ടുകയില്ല. നോക്ക് എത്ര വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. വഹാബികളെ സ്കൂളിലേക്ക് അയക്കുകയും അല്ലെങ്കിൽ അവരെ മദ്രസയിലേക്ക് അയച്ചുകൊണ്ട് അവരെ മദ്രസയെ നമ്മുടെ മദ്രസനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്നു എന്ന നിലക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ മദ്രസയിലേക്ക് കുട്ടികളെ അയച്ചു വിടുന്ന കുറെ ആളുകളുണ്ട്. ആ മക്കൾ നാളെ നിങ്ങളുടെ ശത്രുക്കളായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് നശിപ്പിക്കലായിരിക്കും. ഈമാന് തെറ്റിപ്പിക്കുന്ന അവരെ ഈമാനൂരിക്കളയുന്ന പ്രവർത്തനമാണത് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം മക്കളെ ജഹന്നമികളാക്കുന്ന നരകത്തിലേക്ക് നിങ്ങളെ കൈകൊണ്ടെറിയുന്ന ഏർപ്പാടാണത്. ഒരിക്കലും അവരുമായുള്ള ബന്ധം, അത് മദ്രസയിലായി അയക്കുന്നത് കൊണ്ടാകട്ടെ, സ്കൂളും ഉണ്ടാകട്ടെ, ഏതാവട്ടെ, ആ നിലക്കുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ ഇപ്പൊ അതിലേക്ക് സുദീർഘമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സൂചന മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നുള്ളൂ. പുത്തൻവാദികളുമായുള്ള ബന്ധം നമുക്ക് പാടില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എത്ര വ്യക്തമായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ആഖിർ സമാനിൽ കുറെ പുത്തൻവാദികൾ വരും, പുതിയ പുതിയ വാദങ്ങളുമായിട്ട് വരും. ആ വരുന്ന സമയത്ത് നീ അങ്ങോട്ടെടുക്കാനും പാടില്ല, അവരെ ഇങ്ങോട്ടെടുപ്പിക്കാനും പാടില്ല. ഇയ്യാകും എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ടെടുക്കാൻ പാടില്ല. നീ അങ്ങോട്ടെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ, നീ അങ്ങോട്ട് പോയി നിന്റെ പേരുടെ കല്യാണത്തിന് മംഗലത്തിന് അവരെ വിളിക്കണ്ട. നീ അങ്ങോട്ട് പോയി നിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് ഇനി വിളിക്കണ്ട. നീ അങ്ങോട്ടെടുക്കാനേ പാടില്ല. ഒരു ക്ഷണവും നീ അങ്ങോട്ട് പോയി കൊടുക്കണ്ട. വയ്യാകും നീ അങ്ങോട്ടെടുക്കുകയും ചെയ്യണ്ട. അവരിങ്ങോട്ട് അടുപ്പിക്കുകയും വേണ്ട, നീ അങ്ങോട്ട് അടുക്കുകയും വേണ്ട. വയ്യാകും അവരിങ്ങോട്ട് അടുപ്പിക്കുകയും വേണ്ട.
എത്ര കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇത് നമ്മുടെ വാക്കൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിന്, ബന്ധമുണ്ടാക്കുന്നതിനെ നമ്മൾ വിച്ഛേദിക്കണം, നമ്മൾ കുറിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മുടെ ഈമാനും നശിക്കും, നമ്മുടെ മക്കളെ ഈമാനും നശിക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒരിക്കലും ആ കാര്യത്തിലേക്ക് ആരും പോകരുത്. അവരെ മദ്രസയിലേക്ക് കുട്ടികൾ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ടവർ അവർക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിൽ നിന്ന് തടയുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈമാനിന്റെ സംരക്ഷണമാണ് ഒന്നാമത്തെ നമ്മുടെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക. സംഘടനയുടെ ലക്ഷ്യം ഒന്നാമത് ഈമാനിനെ സംരക്ഷിക്കുക, രണ്ടാമത് ആളുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. നിസ്കരിക്കാത്ത ആളുകളെ നിസ്കരിപ്പിക്കുക. നോമ്പ് നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ നോമ്പൊടിപ്പിക്കുക. അഥവാ നല്ല വഴിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടാണല്ലോ സംഘടന ചെയ്യുന്നത്. രണ്ട് നിലക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടനയിൽ പ്രധാനമായി നമ്മൾ കാഴ്ചവെക്കണം. ഒന്ന്, വ്യക്തിപരമായി നമ്മൾ ചെയ്യേണ്ട സംഗതികൾ. രണ്ട്, സാമൂഹികമായി ചെയ്യേണ്ട കാര്യങ്ങൾ. വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാതെ സാമൂഹികമായി ചെയ്യേണ്ട കാര്യം ചെയ്താൽ അത് അവിടുത്തെ മറക്കാതെ മുണ്ടാസ് കിട്ടിയതുപോലെയാവും. ഉടുത്ത തുണി അയച്ച് തലയെക്കെട്ട് കെട്ടിയതുപോലെയാവും. സാമൂഹികമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, കൂട്ടമായ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ട്. നിസ്കരിക്കുന്നില്ല, നോക്കൊന്നുമില്ല, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാൻ മുമ്പതിയിലാണ് സംഘടനയിൽ ചേർന്ന് സജീവമായി SYS-ലും SSF-ലും സാന്ത്വന പ്രവർത്തനത്തിൽ ചേർന്നിട്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നു. പക്ഷേ വീട്ടിലോ ഭാര്യയായിട്ട് ശരിയില്ല, കുടുംബക്കാരായിട്ട് ശരിയില്ല, കുടുംബക്കാർക്ക് ഒന്നും കൊടുക്കൂല, കുടുംബക്കാരെ സഹായിക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഉടുത്ത തുണി അയച്ച് മുണ്ടാസ് കേൾക്കുന്നതിനോട് തുല്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ആദ്യമായി ചെയ്തതിന്റെ ശേഷമാകണം സാമൂഹികമായി ചെയ്യേണ്ടത്. വ്യക്തിപരമായ ബാധ്യതകൾ ഞാൻ ഓർമ്മിച്ചതുപോലെ നിസ്കാരങ്ങൾ കൃത്യമായി നമ്മുടെ സംഘടനയുടെ ആളുകൾ നിസ്കരിക്കണം, 5 വക്ത് നിസ്കരിക്കണം. അതുപോലെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം SYS-ന്റെ SSF-ന്റെ ആളുകൾ അതൊക്കെ വളരെ കണിശതയോടുകൂടി നിർവഹിക്കുന്നവരാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കില്ല. കൂട്ടമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. സംഘടനയിൽ ചേർന്നിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നവരുണ്ട്. സംഘടനയിൽ ചിലപ്പോ മേൽഘടകത്തിൽ സർക്കുലർ വരും. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നുള്ള സർക്കുലർ വരും. അവിടുന്ന് താഴോട്ടും ഇങ്ങനെ ഓരോ ഘടകങ്ങൾക്ക് താഴോട്ടായി സർക്കുലറുകൾ വരും. അവർ നിർദ്ദേശിച്ച പണികളുണ്ടാകും, ഏൽപ്പിച്ച പണികളുണ്ടാകും. അതും ചെയ്യണം. ആ സർക്കുലർ നിർബന്ധമായി നമ്മൾ പാലിക്കണം. അതോടുകൂടി ഓരോ സ്ഥലത്ത് കാലികമായി ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ സർക്കുലറിൽ ഇന്ന ക്ലാസ് നടത്തണം, ഇന്ന പരിപാടി നടത്തണമെന്ന് ചിലപ്പോ സർക്കുലർ വന്നിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം അവിടെ വേറെ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്നല്ല, അവിടെ വേറെ നിങ്ങൾ ഒരു ക്ലാസ് നടത്താനും പാടില്ല എന്നല്ല. നിങ്ങൾക്ക് ആവശ്യമായ പഠന ക്ലാസുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ അവിടെ എന്തെല്ലാം ആവശ്യമുണ്ടോ നിങ്ങളുടെ ബ്രാഞ്ചിൽ, അല്ലെങ്കിൽ നിങ്ങളെ സർക്കിളിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ, സെക്ടറിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് കാലികമായി ചെയ്യണം. സർക്കിളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുന്നതോടുകൂടി ചില പ്രവർത്തനങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലും ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
സൽക്കർമ്മങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ഒരു കടുമണി തൂക്കത്തിന്റെ ഒരു എത്ര ചെറിയ നല്ലൊരു കാര്യം ചെയ്താലും അതിന്റെ പ്രതിഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതവനിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല, അതവനിക്ക് കിട്ടാതെ പോവുകയില്ല. കാരണം അല്ലാഹു അക്രമിയല്ല, അവൻ നീതിമാന്യനാണ്. അവൻ വാഗ്ദാനം പൂർത്തിയാക്കുന്നവനാണ്, വാഗ്ദാനങ്ങൾ ഉല്ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ എത്ര കടുമണി തൂക്കത്തിന്റെ എത്ര ചെറിയ അമൽ ചെയ്താലും അതിന്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഇത് ചെറുതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്താൻ പാടില്ല. എത്ര ചെറിയ അമലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഹദീസിൽ പഠിപ്പിച്ചത് കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മയ്യിത മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരാള് മരിച്ചാൽ അവന്റെ ഖബറിലേക്ക് മുറിയാതെ കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന 7 സൽക്കർമ്മങ്ങളുണ്ട്. 7 സൽക്കർമ്മങ്ങൾ മരിച്ചാലും മുറിയാതെ കിട്ടുന്ന കാര്യം. ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറഹു, അല്ലെങ്കിൽ ഇൽമൻ അലിമഹു വനശറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത് 7 കാര്യങ്ങളെ കൂട്ടത്തിൽ ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയിട്ടുള്ളത് ഇൽമിനെ സംബന്ധിച്ചാണ്. ഇൽമൻ അലിമഹു അല്ലെങ്കിൽ അല്ലമഹു വനശറഹു, അവൻ പഠിപ്പിച്ച അവൻ പ്രചരിപ്പിച്ച ഇൽമ. ഇത് നാം മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദർസിൽ പോയി പഠിച്ച് ഉസ്താദാകാൻ അവസരം കിട്ടിയവരല്ല. പഠിക്കാൻ ഒരുപാടുണ്ട്. ഗൾഫിലേക്ക് പോയാലും അവിടുത്തെ KCF-ന്റെ ക്ലാസ്സിൽ കൂടുന്ന ആളുകളെ കാണാം. ഇവിടുന്ന് പോയ ആളുകൾ അതിൽ 50 വയസ്സായ 55 60 വയസ്സായ ആളുകളുണ്ട്. അവിടെ ഇരുന്ന് ഒരു ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് ഫാത്തിഹ പഠിക്കുന്ന എത്ര ആളുകളുണ്ട്. അവിടെ ഫാത്തിഹ പഠിക്കുക ഓരോരുത്തർ ഓതി. ഒരു നാണക്കേട് അവിടെ എത്തിയതിന് ഇവിടെ ഇല്ല. ഗൾഫിൽ ഒരു ഉസ്താദിന്റെ മുന്നിൽ ഫാത്തിഹ ഓതി പഠിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോ നിസ്കാരത്തിൽ നിർബന്ധമായി ഓതേണ്ട ഫാത്തിഹ എത്ര ആൾക്ക് കൃത്യമായി കറക്റ്റായി ഓതാൻ അറിയും? സംഘടനയിൽ ചേർന്നിട്ട് 25 ആണ്ടായി ഉസ്താദെ, ഞാൻ SSF മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ KMJക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഫാത്തിഹ ഓദിച്ചാൽ 100 തെറ്റുണ്ടാവും. പിന്നെ ഈ 25 കൊല്ലം ജീവിച്ചിട്ട് എന്ത് കാര്യം? 25 കൊല്ലം സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് എന്ത് കിട്ടി? എന്തെങ്കിലും പഠിച്ചാൽ ഫാത്തിഹ ഓതാൻ ഇതിനുള്ള അവസരമല്ലേ ഈ സംഘടന? SYS-ഉം SSF-ഉം അതൊരു പ്ലാറ്റ്ഫോമല്ലേ അത്? ഞാൻ 25 ആണ്ടായി 30 ആണ്ടായി സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഖുർആനൊന്നും പഠിച്ചോ? പിന്നെ ഇനി എന്തായി സംഘടന 30 ആണ്ട്? നീ സംഘടനയിൽ ചേർന്നിട്ട് 30 ആണ്ട് എന്താക്കിയത്? എന്ത് പഠിച്ചു? എന്തെങ്കിലും കിട്ടിയത്? അല്ലെ ഇൽമ പഠിക്കാനൊന്നും വേണ്ട. പലർക്കും താല്പര്യം എന്താ ഉള്ളത്? ഈ സംഘടനയിൽ കാണുന്ന നമ്മളൊക്കെ, ഞാൻ നിങ്ങളെ പോലെ ഒരു പ്രവർത്തകനാണ്. നമ്മളിവിടെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താ? എവിടെ പോയാലും ഇൽമ അത് കൊടുക്കുക. പിന്നെ കൊടി പിടിക്കാനും ഫ്ലക്സ് കെട്ടാനും മറ്റേതാക്കാനും മുമ്പതിലുണ്ടാവും. പഠിക്കാൻ നമ്മൾ തയ്യാറുണ്ടാവില്ല. ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണ്. ഫ്ലക്സ് കെട്ടാൻ 12 മണിക്കല്ലോ 2 മണിക്ക് വിളിച്ചു വരുന്നു. ഫ്ലക്സ് ക്ലാസ് വന്ന് സാധനം കിട്ടൂല. നിന്റെ ഫാത്തിഹ ശരിയാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു ഉസ്താദിന്റെ മുന്നിൽ ഫാത്തിഹ കേൾപ്പിക്കണം. നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളൊക്കെ, എന്റെ ഉസ്താദ് ശൈഖുനായ എന്നെ ഉസ്താദ് അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ, വലിയ ബഹർ പോലെയുള്ള ആലിമാണ്. എല്ലാ ഫന്നിലും കഴിവുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനായ എന്നെ ഉസ്താദ്. ബേക്കർ ഉസ്താദ്
എന്നെ ഉസ്താദും വലിയ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇവർ രണ്ടാളും എന്താ ചെയ്യുന്നറിയോ? ബേക്കുൽ ഉസ്താദിനെ വെള്ളിയാഴ്ച ഒളിപ്പിക്കും എന്റെ മുസ്താദിനെ ബേക്കുൽ ഉസ്താദ് വെള്ളിയാഴ്ച ഒളിപ്പിക്കും. എന്നിട്ട് ഖുതുബ അന്ന് വെള്ളിയാഴ്ച ഖുതുബ കൂടിയിട്ട് ഖുതുബ കഴിഞ്ഞ ശേഷം ചോദിക്കും, എന്റെ ഖുതുബയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? എന്റെ ഖുതുബയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അങ്ങോട്ട് പരസ്പരം രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ആര് ബഹ്റൂദിയും ആരിമീങ്ങൾ ബേക്കുൽ ഉസ്താദ് എന്നെ ഉസ്താദിനോട് ചോദിച്ചിരുന്നു, എന്നെ ഉസ്താദ് ബേക്കുൽ ഉസ്താദിനോട് ചോദിച്ചിരുന്നു. രണ്ടാളുകൾ പരസ്പരം ഞാൻ നിർവഹിച്ച ഇന്നത്തെ ഖുതുബ നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ ഇത് ആ വലിയ ബഹ്റൂദിയും ആരിമീങ്ങൾ. പിന്നെ നമുക്കെന്ത് നാളുകൾ 5 വക്ത് നിസ്കാരത്തിന്റെ 14 ഫർളുകൾ കൃത്യമായി അത് ശരിയായി നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പഠന ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ട് അത് സർക്കുലർ വരണമെന്നില്ല. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം ഞങ്ങളെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് ഒരു ക്ലാസ് സംഘടിപ്പിച്ചപ്പോ അവിടെ സംഘടന പ്രത്യേക ക്ലാസ് വെച്ചപ്പോ കുറച്ച് പ്രവർത്തകന്മാരെ കിട്ടും. അതെങ്ങനെ ആ ക്ലാസ് വെക്കുന്ന സർക്കുലർ വന്നില്ലല്ലോ. അങ്ങനെ നിയമ സംഘടനയില്ല. സർക്കുലർ വന്ന ക്ലാസ് അവിടെ സംഘടിപ്പിക്കാൻ പാടുള്ളൂ, വേറെ ഒറ്റൊന്നും സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു നിയമ സംഘടനയിലില്ല. ആ ബന്ധത്തിന് പാലിക്കണം. അതിന്റെ പുറമെ നമ്മുടെ ഓരോ സ്ഥലത്ത് ഓരോ മഹല്ലുകളിൽ ഓരോ സ്ഥലത്ത് എന്തൊക്കെ ക്ലാസ് വേണോ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണോ അത് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ റോഡ് കിടക്കായി, ആ റോഡ് നന്നാക്കാൻ വേണ്ടി അവിടുന്ന് സ്റ്റേറ്റിൽ സർക്കുലർ പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിലെ റോഡ് കണക്കാക്കി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിൽ സർക്കുലർ വരുമോ? അതിന് വരൂല. എന്നെ കാത്തിക്കണ്ടാണ്. നിങ്ങളുടെ നാട്ടിലെ റോഡ് കിടക്കാനെങ്കിൽ നിങ്ങൾ അതിനെ നന്നാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലേത് വഴി നന്നാക്കി കൊടുക്കുക, വഴിയിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അത് നീങ്ങി കൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഇമാം ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാന അല ത്വരീഖി ഹുസ്നു ഷദാ യൂദിന്നാസ് ഫഅമാത റജുലുൻ ഫഉദ്ഖിലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു വഴിയിൽ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരു മരത്തിന്റെ കൊമ്പ് ഗെല്ലിങ്ങനെ വീട്ട് മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ കഴിയാതെ വന്നിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു വഴിയിൽ ആളുകൾ പോകാൻ കഴിയുന്നില്ല. ആ സമയത്ത് ആ ഗെല്ല് ആ കൊമ്പിൽ ഒരാൾ നീക്കിക്കളഞ്ഞോടുന്നു, കൊത്തിയെടുത്തു. അതിന്റെ കാരണമായി ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി ഇമാം ഇബ്നു മാജഹ് സുനനിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. കേവലം ഒരു മരത്തിന്റെ കൊമ്പ് നീക്കി ജനങ്ങളെ വഴി കറക്റ്റാക്കി കൊടുത്ത കാരണത്താൽ സ്വർഗം കിട്ടിയെന്ന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എത്ര വലിയ പുണ്യമുള്ളൊരു കാര്യമാണ് നിങ്ങളോ. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ റോഡ് കണക്കായിട്ടുണ്ടെങ്കിൽ അതിനെ നന്നാക്കണം. അപ്പൊ ചിലപ്പോ ഞങ്ങൾക്ക് കാടിയില്ല, കാടിൽ ഒരു മണ്ണ് വേണം നിരക്കണം. അനക്ക് കാടിയില്ല, വേണമെങ്കിലും ശരിയാക്കി. അങ്ങനെയല്ല ചിന്തിക്കരുത്. നാളെ എന്റെ ഉമ്മക്കോ എന്റെ ഭാര്യക്കോ എന്റെ പെങ്ങൾക്കോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ചിലപ്പോൾ എനിക്കും ആവശ്യമുണ്ട്, ഒരു ഗാഡി പിടിക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അപ്പോ മറ്റൊരുത്തർക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ അങ്ങനെ അവനാക്കട്ടെ ഇവനാക്കട്ടെ എന്ത് മറ്റേത് അത് ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ പുണ്യമുള്ള, ഞാൻ ഈ പറഞ്ഞ സാന്ദർഭികമായി പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് സർക്കുലർ അവിടുന്ന് വന്നാലേ, കേന്ദ്രത്തിൽ സർക്കാർ വന്നാലേ ഇവിടെ അത് മരത്തിനെ നീക്കിയിട്ട് മുള്ളിലെടുക്കണമെന്ന് കാത്തെങ്കിലും സംഗതി നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിസ്കാരത്തിന്റെ കൃത്യമായി 14 ഫർളുകൾ നിസ്കാരത്തിന്റെ 14 ഫർള്, വുളൂവിന്റെ ഫർള്, ഇത് കൃത്യമായ ഒരു ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ കൂടണം. കൂടിയില്ലെങ്കിലോ അവൻ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്ത സമാധാനം പറയേണ്ടി ഒരു പഠിച്ചവരുടെ അടുക്കൽ. നിസ്കാരത്തിന്റെ ഫർള് മുതൽ ഫർള് അത് 14 കൃത്യമായി നിർവഹിക്കാൻ നിങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ഉപകരിക്കുന്ന കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് ഒന്ന്, അവൻ പഠിച്ച ഇൽമ്, പഠിപ്പിച്ച ഇൽമ്, വലദൻ സ്വാലിഹൻ യദ്ഉ തറക്കഹു, രണ്ടാമത് നല്ല സ്വാലിഹായ മക്കള്. അതുപോലെ ഇങ്ങനെ 7 എണ്ണം എണ്ണുന്ന കൂട്ടത്തിൽ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅ മസ്ജിദൻ ബനാഹു, പള്ളി മാത്രമല്ല, അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു സ്ഥാപനങ്ങൾ, മദ്രസകൾ, യതീംഖാനകൾ അതൊക്കെ ഉൾപ്പെടും. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ സ്വന്തമായി പള്ളി ഉണ്ടാക്കാനോ, സ്വന്തമായി സ്ഥാപനം ഉണ്ടാക്കാനോ, സ്വന്തമായി മദ്രസ തുടങ്ങാനോ, സ്വന്തമായി യതീംഖാന തുടങ്ങാനോ എല്ലാവർക്കും കഴിയില്ല. അപ്പൊ ഉള്ളതിലേക്ക് നമ്മൾ സഹായിക്കുക. ഉള്ളതിന്റെ സഹായങ്ങൾ ആഖിറത്തിൽ ഉപകരിക്കുന്ന പുണ്യകർമ്മമാണ്. നമ്മുടെ മാണി ഉസ്താദിന്റെ സ്ഥാപനത്തിനാണല്ലോ ഇപ്പൊ ഇത് ഇവിടെ നടക്കുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കണേ അല്ലേ? ഇവര് ഓഫീസ് ഉസ്താദ് തന്നു, ഈ സ്ഥാപനം ഉള്ളത് കൊണ്ടല്ലേ കിട്ടിയത്. അങ്ങനെ ചിലർ തെറ്റിദ്ധാരണ, സ്ഥാപന സംഘടന തമ്മിൽ ഒന്നിച്ചു പോകില്ല. എന്ത് അത് സ്ഥാപനം നമുക്ക് വേണ്ട, ഇത് സംഘടന നമുക്ക് വേണ്ട, അങ്ങനെ വെച്ചിട്ടുണ്ടാക്കട്ടെ. ഇവിടെ എന്തോന്നല്ലേ ചിലർക്കൊക്കെ ഉണ്ട്. സ്ഥാപനം വേറെ, സംഘടന വേറെ, രണ്ടും ഒന്നാണ്. സംഘടനയില്ലാതെ സ്ഥാപനമില്ല, സ്ഥാപനമില്ലാതെ സംഘടനയും ഇല്ല. ഒരു വണ്ടിന്റെ ബൈക്കിന്റെ 2 ടയർ പോലെ മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു ടയറിൽ ബൈക്ക് പോകില്ല, 2 ടയർ ഉണ്ടെങ്കിലേ പോകുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ സ്ഥാപനമുള്ളത് കൊണ്ടല്ലേ ഓഫീസ് കിട്ടിയത്, ഈ സ്ഥാപനമുള്ളത് കൊണ്ടല്ലേ ഇവിടെ ഈ ക്ലാസ് സംഘടിപ്പിക്കാൻ ഒരു ഹോൾ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി നൽകുന്ന സഹായങ്ങളും മരണത്തിന്റെ ശേഷം ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംഘടനയിൽ ഒന്നാമതായി നമ്മുടെ ഇൽമ് സംഘടിപ്പിക്കാൻ, പഠിക്കാനും പഠിപ്പിക്കാനും ക്ലാസുകൾ സംഘടിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കണം, അതിന് ആളുകളെ കൂട്ടണം, അതിൽ വന്ന് കൂടണം. നമുക്കൊക്കെ ഒരുപാട് ഫർളായ സംഗതികളും ഫർള് കിഫായിയായ സംഗതികളും ഒരുപാട് സുന്നത്തുകളും നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ച് ഇൽമിന്റെ മേഖലയിൽ അല്ലെങ്കിൽ ഇൽമിന്റെ ഫീൽഡിൽ ജീവിച്ചുകൊണ്ട് മരിച്ചാൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ ആലിമ തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ക്ലാസ് നിരന്തരമായി കേൾക്കുകയും ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ക്ലാസ് പഠിക്കുന്ന ഇൽമു പഠിക്കുന്നതോട് താല്പര്യം കാണിച്ചുകൊണ്ട് മരണം വരെ ജീവിച്ചാൽ നിങ്ങൾക്കും മരണത്തോടുകൂടി ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. അതിന് തലക്കെട്ടിട്ട് ഉസ്താദ് ആവണമെന്നില്ല. ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം, ക്ലാസ്സിൽ നിരന്തരമായി കേൾക്കണം, ക്ലാസ് നടക്കുന്ന സമയത്തേക്ക് പോകണം, അതിന് തപ്പിക്കരുത്. അപ്പൊ സംഘടന ഒന്നാമത് നമുക്കുള്ളത് ഇൽമിന്റെ ഹയാത്താണ്, ഇൽമിന്റെ പ്രചരണമാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സംഗതിയുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ. ഞാൻ ചുരുക്കി പറയുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിപരമായി നിർവഹിക്കേണ്ട എല്ലാ സംഗതികൾ ചെയ്തതിന്റെ ശേഷം നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ വീടിനെയും നന്നായി നോക്കിയതിന്റെ ശേഷം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ, മക്കൾക്ക് ചെലവ് കൊടുക്കാതെ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് അതിന്റെ കിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നിന്റെ ഭാര്യയ്ക്ക് ചോറ് കൊടുക്കുന്നത് എനിക്ക് നിർബന്ധമാണ്, മക്കൾക്ക് ചോറ് കൊടുക്കുന്നതും ചെലവ് കൊടുക്കുന്നതും നിർബന്ധമാണ്. മറ്റൊരുത്തിന് അരിന്റെ കിറ്റ് കൊണ്ടുപോയി കൊടുക്കുന്ന സുന്നത്ത് മാത്രമേ ഉള്ളൂ. പേരാണ് മുന്തിക്കേണ്ടത്. കിറ്റ് കൊടുക്കുന്നിടത്ത് സജീവമായിട്ടുണ്ടാവും, കുരക്കോ 2 പേർക്ക് കൊണ്ടുവന്നു. എല്ലാരല്ല, ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. മനകമാരി പരണിക്ക് ഉപകാരി എന്നില്ലേ, പരനി വരെ മാരിയോ പുറത്തേക്ക് ഭയങ്കര ഉപകാരമാണ്.
ആദ്യമായി നമ്മുടെ വീട് നന്നാക്കണം, വീട് നോക്കണം, വീട്ടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മക്കൾ നന്നായി ശ്രദ്ധിക്കണം, മക്കൾക്ക് ഡ്രസ്സ് കൊടുക്കണം, മക്കൾക്ക് ഫുഡ് കൊടുക്കണം, ഭാര്യയ്ക്ക് ഡ്രസ്സ് കൊടുക്കണം, ഭാര്യയ്ക്ക് ഫുഡ് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ചുറ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. നിന്റെ പോരന്റെ കാര്യം ചിന്തിക്കാതെ പോരന് പട്ടിണി കിടന്നെങ്കിലും ശരി അവിടെ പോയി ചോറ് വയ്ക്കൊന്നും ചിന്തിച്ചെങ്കിൽ പറ്റൂല. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഭാര്യയ്ക്ക് ചില കുടുംബ നിർബന്ധമാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു, ചില കൊടുക്കാൻ കഴിയാതെ. അപ്പോ അത് നിർവഹിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം. ഇന്ന അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി ബഅദൽ ഫറായിദി. അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ന അഹബ്ബൽ അഅ്മാൽ, അമലുകളുടെ കൂട്ടത്തിൽ പടച്ചവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ എപ്പോ? ബഅദൽ ഫറായിദി, ഫർളായ കാര്യങ്ങൾക്ക് ശേഷം. ഫർളായ കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷം അവനിക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുസ്ലിം, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഒരു മുസ്ലിമിനിക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു മുസ്ലിമിന് സന്തോഷമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, മുസ്ലിമിനെ ബേജാറാക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര് മാത്രമേ വരുത്താൻ പാടുള്ളൂ. ഒരു മുസ്ലിമിന്റെ കണ്ണിൽ നിന്ന് ബേജാറിന്റെ കണ്ണുനീര് നമ്മുടെ കാരണമായി വരാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, മൻ അഖറ ബിഐനി മുഅ്മിൻ അഖറല്ലാഹു ബിഐനിഹി യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിനിക്ക് സന്തോഷത്തിന്റെ കണ്ണിന്റെ കുളിർമ ഉണ്ടാക്കി കൊടുത്താൽ, സന്തോഷത്തിന്റെ കണ്ണുനീര് വരുത്തിയാൽ, നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവന്റെ കണ്ണ് റബ്ബ് കുളിർമയാക്കുന്നുട്ടോ. അവന്റെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര് അല്ലാഹു വരുത്തുന്നുട്ടോ. പിന്നെ ബേജാറാക്കി കണ്ണുനീര് ഒലിപ്പിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്ന ഏർപ്പാട് നമുക്കുണ്ടാകാൻ പാടില്ല. പിന്നെ ബേജാറാക്കി നോക്കിയിട്ട് ഞമ്മളെ കണ്ട സന്തോഷാണ്, അത് പാടില്ല. ഒരുത്തന് എന്തെങ്കിലും മുതൽ വരുമ്പോ അവനോട് അസൂയ ഉണ്ടാകുന്നു, ഒരുത്തൻ നല്ല കൊല കെട്ടുമ്പോ അതിനോട് അസൂയ തോന്നുന്നതും, ഒരുത്തിന് നല്ല തോട്ടം വാങ്ങുമ്പോൾ അവനോട് അസൂയ കാണിക്കുന്നതും, അങ്ങനെ നമുക്ക് ആ സ്വഭാവം നമുക്കുണ്ടാകരുത്. ഒരുത്തൻ നന്നാകുമ്പോൾ അവൻ ഇനിയും നന്നാകട്ടെ എന്നത് വയറ് കൊടുക്കുകയാണ് വേണ്ടത്. അവന്റെ മുതൽ ബറക്കത്തുണ്ടാകട്ടെ എന്നത് വയറുകയാണ് വേണ്ടത്. പിന്നത്തെ നമുക്കല്ല അങ്ങനെ അല്ലേ? പിന്നത്തെ എങ്ങനെ ബേജാറാക്കാൻ കഴിയും? അവനെ എങ്ങനെ നട്ടം തിരിക്കാൻ കഴിയും? അവനെ എങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇടങ്ങേറാക്കാനും ഉപദ്രവിക്കാനും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മുസ്ലിമിന്റെയും കൽവിൽ നമ്മൾ ബേജാറുണ്ടാക്കാനും മനസ്സ് ബേജാറാപ്പിക്കാനും പോകണ്ട. നമുക്ക് വലിയ ഇടങ്ങേറാണ്. ഒരു കാര്യം നമ്മളെന്നെ ആയതുകൊണ്ട് ഞാൻ പറയാം, നമ്മളെന്നെ ആയതുകൊണ്ട് വേറെ ആരെങ്കിലും ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തുമല്ല, ചില സ്ഥലങ്ങളിൽ പള്ളിയിലെ ഉസ്താദുമാർക്കും സംഘാടകർക്കും തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല. ചിലർക്കൊക്കെ ചില ഉസ്താദുമാർ പറയുന്നത് ഉസ്താദ് കൂടെ ഏറ്റവും വലിയ SYSകാരാണ് അല്ലെങ്കിൽ SSFകാരാണ്. ഞാനൊക്കെ കേട്ടറിഞ്ഞത് പറയും, നമ്മളെന്നെ ആയതുകൊണ്ട് പറയും. നമ്മളെ പള്ളിയിൽ ഏറ്റവും വില കേടാക്കുന്ന നമ്മളാളെന്നെ മറ്റു കൂട്ടർ നമ്മളോട് എന്തു ബുദ്ധിമുട്ടില്ല, നല്ല പെരുമാറുന്നത്. ഇങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത്. എല്ലായിടത്തല്ല, ചിലർക്കൊക്കെ. പിന്നെ ചിലർക്ക് പറയുന്നത് ഉസ്താദ് 10 രൂപ 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണം കാണുന്നില്ല, നമ്മളെ വീട്ടിൽ 100 രൂപ റമദാനിൽ 100 രൂപ പോലും തരുന്നില്ല ചില ഉസ്താദ്. നമ്മളോട് ഇങ്ങനെ വന്നിട്ട് കാനൂണ് പറയുന്നല്ലാതെ റമദാനിൽ ഒരു 100 രൂപ തന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ പറയുന്നത് പലരും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മഹലില്ല, ഞാൻ സ്ഥാപനത്തിലാണ്, എനിക്ക് തരുന്നൊന്നുമില്ല, കുടിക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ മഹലിലുണ്ടെങ്കിൽ എന്റെ വിഷയം പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുമായിരുന്നു. അതല്ല,
എനിക്ക് തരുന്നതിന് ആരുമില്ല, ഞാൻ അങ്ങോട്ട് നമ്മളെ കൊടുക്കണമെന്നല്ലാതെ എനിക്കാരും തരുന്നു ഇല്ല, തറാവിന്റെ പൈസ ഇല്ല, മണ്ണാൻ കെട്ടിയില്ല, ഞാൻ സ്ഥാപനത്തിലാവുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ധൈര്യത്തിൽ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഒരു ഖത്തീബ് ഉസ്താദിനോട് സംഘാടകർക്ക് പിണക്കം? അയാള് സംഘടനക്ക് വരുന്നില്ല, അയാൾ ഇവിടേക്ക് വരും, നിങ്ങൾ അയാളെ നോക്കണ്ട. അയാൾ പള്ളിയിൽ ചിലപ്പോൾ ഖത്തീബായി നിർവഹിക്കുമ്പോൾ അയാളുടെ ചില പരിമിതികൾ ഉണ്ടാവും, നാട്ടിലെ കുറെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അയാൾ ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും ജമാഅത്താകുമ്പോൾ. അപ്പൊ അയാൾ ഞങ്ങളെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ പിന്നാലെ കൂടെ നിൽക്കണ്ട, അയാൾക്ക് വിട്ടോടി. അത് ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളായിരിക്കും, പലപ്പോൾ അവിടെ ഖത്തീബായി ഉണ്ടാവും. അയാളുടേതായ പരിമിതി ആ ജമാഅത്തിൽ ആ മഹല്ലിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതനായിരിക്കും. അയാൾ ഞങ്ങളെ വിളിക്കുമ്പോൾ വരുന്നില്ല, ഞങ്ങൾക്ക് മറ്റും കിട്ടുന്നില്ല, സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അതിന്റെ പിന്നാലെ കൂടി ആ ഖത്തീബിനെ അവിടെ ഓടിക്കാനും ഉപദ്രവിക്കാനും നിൽക്കണ്ട. പൊതുവേ ഏത് പള്ളിയിലെ ഉസ്താദാണെങ്കിലും ഉസ്താദുമാരെ പുറത്താക്കുന്ന ഏർപ്പാടായിട്ട് നിങ്ങൾ ആരും ബന്ധപ്പെടാൻ പാടില്ല. ഇത് എന്റെ വസീയത്താണ്. കാരണം അത് വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അതിന്റെ ഫലം അവരെ കണ്ണുനീര് നിങ്ങൾക്കോ നിങ്ങളെ സന്താന പരമ്പരയിൽ കിട്ടാതെ പോകില്ല, അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞത്, ഒരാളെ കണ്ണുനീര് വെട്ടിച്ചിട്ട് ഇടങ്ങേറാക്കിയിട്ട് അയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിച്ചിട്ട് ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ അയാള് കണ്ണുനീര് ഒലിപ്പിച്ച് പോയാൽ അതിന്റെ ശാപം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കിട്ടും. മനസ്സിലായില്ലേ? അത് വലിയ ഇടങ്ങേറുള്ള പണിയാണ്. നിങ്ങൾക്ക് ആണെങ്കിൽ പള്ളിക്ക് പോവുക, അല്ലെങ്കിൽ ഉണ്ടാകുക. ഫിത്നാക്കാൻ ഒരു സ്ഥലത്തും നമ്മുടെ SYSന്റെയും SSFന്റെയും KFന്റെ ആളുകൾ പോകാനേ പാടില്ല. മഴയിൽ ഫിത്ന ഉണ്ടാക്കാൻ ഉസ്താദുമാർക്കെതിരെ തിരിയാൻ നിങ്ങൾ പോകണ്ട. അത് വലിയ ശാപമാണ്, വലിയ ശാപമാണ് അത്. കാരണം അവരെ പാവങ്ങളാണ്. പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ വലിയ പാവങ്ങളല്ലേ. ഈ 15,000 ശമ്പളത്തിന് എന്ത് മണ്ണം കെട്ടാൻ നിങ്ങൾ ആലോചിച്ചു? എന്തെങ്കിലാണ് ഒരാഴ്ചയിൽ എനിക്ക് തന്നെ ഒരാഴ്ചയിൽ പുറ പോയി വരുമ്പോ 4,000-5,000 രൂപ ഒരാഴ്ചയിൽ ചെലവാക്കുന്നു. അത് വേണം, ഇത് വേണം. 4 ആഴ്ച പോകുമ്പോ അവിടെ 20,000 രൂപ ഈ ചെലവിന് എക്സ്ട്രാ ചെലവിനുണ്ട്. ബാക്കി ഒരു മാസത്തിന് ചെലവ് ബാക്കി എന്തൊക്കെ ഉണ്ട്? എന്നിട്ട് ഈ 15,000 രൂപ ഇത് ബാലൻസ് ചെയ്തിട്ട് ഈ കൊണ്ടുപോകുന്ന ഈ പാവങ്ങളെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ കൊടുത്താൽ 500-800 രൂപ ഫീസ്, മരുന്നിന്റെ വില, പച്ചക്കറിന്റെ വില നിങ്ങൾക്ക് അറിയാലോ. ഈ 15,000 രൂപ ശമ്പളത്തിൽ കഷ്ടത്തിൽ ജീവിതം ഒപ്പിച്ചു പോകുന്ന ആ പാവങ്ങൾക്കെതിരെ ഞങ്ങൾ എന്തിനെ അവർക്കെതിരെ ഫിത്നയുണ്ടാക്കണം? ആണെങ്കിൽ സഹകരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. അവരുമായിട്ട് അവരെ വേദനിപ്പിക്കാനും ബേജാറാക്കാനും ഒരിക്കലും പോകരുത്. ഞാൻ പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കാൻ കഴിയോ അത് നിങ്ങൾ ചെയ്തോളി. റമദാനിൽ പോയിട്ട് 500 രൂപ ഉസ്താദിന്, അയാൾ 15,000 രൂപ സമ്പത്തിന് പണിയെടുക്കുന്ന ആളാണ്. റമദാൻ എന്റെ പകരം 500 രൂപ ഇരിക്കട്ടെ, 1,000 രൂപ ഇരിക്കട്ടെ, അയാളെ സന്തോഷം അയാൾക്കിടാക്കി കൊടുക്കും. തിന്നോളൂ, എത്ര സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ജമാഅത്ത് കമ്മിറ്റി, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? പള്ളിയിൽ ഖത്തീബ് ഉസ്താദിന്, മുഫ്തി ഉസ്താദിന്, മുഅല്ലിമിനുണ്ട്. ഖത്തീബ് ഉസ്താദിന് തറാവീന്റെ പൈസ കൊടുക്കും, മുഫ്തിക്ക് കുറച്ച് മുഫ്തി തറാവീന്റെ പൈസ കൊടുക്കും. മുഅല്ലിം ഏതെങ്കിലും റമദാൻ ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച ഒന്നിൽ പ്രസംഗിച്ച് 800-1000 രൂപ അയാൾക്ക് കൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു മുഅല്ലിമിനോട് ചോദിച്ചിട്ടുണ്ടോ റമദാനിൽ പെരുന്നാളിന് മുമ്പ് ഉസ്താദെ നിങ്ങളെ മക്കൾക്ക് ഡ്രസ് എടുത്തിനോ എന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടോ? മുഅല്ലിമിനോട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിക്കുന്ന നിങ്ങളുടെ സ്വന്തം മക്കളെ ബാപ്പമാരെ പോലെയല്ലേ ആ മുഅല്ലിം ഉസ്താദ്? നിങ്ങളെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ച മക്കൾ ഉസ്താദല്ലേ? നിങ്ങളെ മക്കളെ നന്നാക്കി എടുക്കുന്ന ഉസ്താദല്ലേ? നിങ്ങൾ ചോദിച്ചോ ഉസ്താദെ നിങ്ങളെ മക്കൾക്ക് ഡ്രസ് ആയിനോ, നിങ്ങളെ ഭാര്യക്ക് ഡ്രസ് വാങ്ങിനോ, പൈസ ഉണ്ടാ, കഷ്ടമുണ്ടാ എന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടോ? ഈ ജമാഅത്ത് കമ്മിറ്റിയിൽ കൊണ്ടാവല്ലോ. ഒരു ജമാഅത്തുകാർ ഒരുമിച്ചുകൂടി അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുടെ മക്കൾക്ക് പെരുന്നാളിന് ഡ്രസ് എടുത്തു കൊടുക്കാനുള്ള പൈസ സ്വരൂപിക്കാൻ ഒരു ജമാഅത്ത് കമ്മിറ്റിക്ക് സാധിച്ചുകൂടെ? എന്താ കഴിയാതെ? കഴിയും. പക്ഷെ തിരിഞ്ഞു നോക്കൂല. ഈ മുഅല്ലിം ഉസ്താദിന്റെ പള്ളിയിൽ എത്ര കഷ്ടമുണ്ട് എന്നത് തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? ഒരു പെരുന്നാളിന് 2 കൊല്ലത്തിൽ 2 പെരുന്നാളേ ഉള്ളൂ.
ഞങ്ങളെ പള്ളിയിൽ ഞങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ആ മക്കളെ ഉസ്താദുമാർ സന്തോഷത്തിലിരിക്കണോ? നിങ്ങളെ മക്കൾക്ക് പാന്റും ഡ്രസ്സും കൊടുക്കുമ്പോ എന്റെ ഈ മകൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മക്കളും ഇതുപോലെ ഡ്രസ് ഇടണം എന്ന് ചിന്തിച്ചുകൂടെ നമുക്ക് ജമാഅത്ത് കമ്മിറ്റിക്കാർക്ക്? ഇത് മുസ്ലിമല്ലേ? ഒരു മുസ്ലിമിന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. അയാളെ മദ്രസയിൽ പ്രചാരിക്കുന്നു, അയാളെ ക്ലാസ് ശരിയില്ല എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പടവൃതം വരുന്നതല്ലാതെ ആ പാവപ്പെട്ട മനുഷ്യന്റെ പരന്റെ അവസ്ഥ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കാണുന്നു നിയമങ്ങളും റൂൾസും ഇത് മാത്രമേ നമ്മളുള്ളൂ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി ബഅദൽ ഫറായിദ് ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിമീൻ. ഒരു മുസ്ലിമിന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള അമലാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് മറ്റൊരു ഹദീസിൽ വിശദമായി കുറച്ച് കാണാം. മൻ കാന ഉസ്വതൻ ലിഅഖീഹിൽ മുസ്ലിമി ഇലാ ദി സുൽത്താനിൻ. ഏതെങ്കിലും ഒരാള് ഒരു മുസ്ലിമിനിക്ക് സഹായിച്ചു എന്തിനു വേണ്ടി? ഇലാ ദി സുൽത്താനിൻ ഫീ മബ്ലഗി ബിൻ. ഒരു നല്ല കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു അധികാരിയുടെ അടുത്തേക്ക് പോകേണ്ടി വരും, കാണേണ്ടി വരും. അതിനു വേണ്ടി ഒരാളെ സഹായിച്ചു. അതുപോലെ തന്നെ പറഞ്ഞു, അവന്റെ ബേജാറ് വല്ലതും നീ നീക്കി കൊടുത്തു. ഏതെങ്കിലും ബേജാറുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ഞാൻ ഡ്രസ് വാങ്ങിയിട്ടില്ലല്ലോ, എന്റെ മക്കളെ ഫീസ് കെട്ടിയിട്ടില്ലല്ലോ, എന്റെ കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ലല്ലോ എന്ന് ബേജാറാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് സുഖയില്ല, മക്കൾക്ക് സുഖയില്ല, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, ആ സമയത്ത് അദ്ദേഹത്തിന് നീ സഹായിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരാൾ കടത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊള്ളിക്കുമ്പോ ആ കടം വിട്ടാൻ നീ ഹെൽപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് അവർക്ക് നീ ഭക്ഷണം കൊടുത്താൽ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ. നിങ്ങൾ ആദ്യമായി നിങ്ങളെ ഓരോരുത്തരും ഈ കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ യൂണിറ്റിന്റെ ഉള്ളിൽ ഏതെല്ലാം പാപങ്ങളുണ്ടോ, ആരെല്ലാം പാവപ്പെട്ടവരുണ്ടോ അവരെ സന്തോഷിപ്പിക്കാനും അവരെ കഷ്ടങ്ങൾ ദൂരീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ മുൻകൈയെടുക്കണം. അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. അതൊക്കെയാണ് സംഘടന നമ്മൾ ചെയ്യേണ്ടത്. പാവങ്ങളെ സഹായിക്കുക, റോഡ് നന്നാക്കുക, നല്ല ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. സമയമായി നീട്ടിക്കൊണ്ടു പോകുന്ന സമയമില്ല. മറ്റ് രണ്ട് കാര്യങ്ങൾ ഒറ്റ വാക്യം പറയുന്നു. ഇതൊക്കെ വിശദമായി കുറെ നേരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായി, സമയമില്ല. സംഘടന ഇന്ന് കാണുന്ന ഏറ്റവും വലിയ മുസീബത്ത് ഒന്ന് അധികാരത്തിനോടുള്ള മോഹം. അധികാരത്തിന്റെ മോഹം കൊണ്ട് തമ്മിലടിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥത്തിൽ വലിയൊരു മുസീബത്തുള്ള സംഗതിയാണ് അധികാരം വാങ്ങുക എന്നത്. അധികാരം വാങ്ങുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു നിയമത്തായി നമ്മൾ കാണേണ്ടതല്ല, അത് നിയമത്തായി കാണേണ്ട സംഗതിയാണ്. എന്റെ മെമ്പറായ ആളെ സംബന്ധിച്ചിടത്തോളം അവനോട് ഈ പ്രസിഡന്റിനോട് ഉണ്ടാകുന്ന ചോദ്യങ്ങളൊന്നും നാളെ ആശ്രമത്തിൽ ഉണ്ടാവില്ല. അവിടെ എത്തിയാൽ മെമ്പർക്ക് സുഖം, പ്രസിഡന്റിന് കുറെ അവിടെ മറുപടി പറയേണ്ടി വരും. അപ്പൊ ആരാ രക്ഷപ്പെട്ടത്? കേവലം മെമ്പറായി ജീവിച്ച ആളാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. പ്രസിഡന്റ് മറുപടി പറയേണ്ടി വരും, സെക്രട്ടറി മറുപടി പറയേണ്ടി വരും. നമ്മളിവിടെ കച്ചറ കൊടുന്നു, എന്നെ പ്രസിഡന്റ് ആക്കണോ എന്നെ സെക്രട്ടറി ആക്കണോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കളാട്ടുണ്ടാക്കാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, മാമിൻ റജുലിൻ യലി അംറ അശറത്തിൻ ഫമാ ഫൗക ദാലിക. ഏതെങ്കിലും ഒരാള് ഒരു 10 ആളെ കാര്യം ഇങ്ങനെ ഏറ്റെടുക്കുന്നു, അതിന് അധികാരിയാകുന്നു. എന്നാൽ ഇല്ലാ അല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമത്തി യദുഹു ഇലാ ഉനുഖിഹി. ആഖിറത്തിലെ എസ്വിഎസിന്റെ
ഒരു SSFന്റെ KMGന്റെ പ്രസിഡന്റ് എങ്ങനെ വരിക? നമ്പർ ഇങ്ങനെ വരുമ്പോ പ്രസിഡന്റ് ഇങ്ങനെയാണ് വരിക. അവന്റെ കൈ പേർലിക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. രണ്ട് കൈ കോളനി എന്താ പറയാ, ഇതുണ്ട് ആമ ഇട്ടിട്ട് അവന്റെ പേരടിക്ക് ഇങ്ങനെ വെച്ച് കെട്ടപ്പെട്ടിരിക്കുന്നു. 10 കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാള് നാളെ ആഖിറത്തിൽ വരുമ്പോ കൈ ഇങ്ങനെയാ, മെമ്പർ ഇങ്ങനെ സുഖത്തോടെ സൗകര്യത്തോടെ വരുമ്പോ ഇയാൾ ഇങ്ങനെ വരുന്നത് കാണാം, പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. ഇതിങ്ങനെ നേരാക്കണമെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തങ്ങൾ പറഞ്ഞു, ഈ ഇങ്ങനെ കെട്ടിയ കൈനെ താഴോട്ടാക്കണോ, അവൻ ആ കാര്യം ഏറ്റെടുത്ത് അതിന്റെ ക്രമപോലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചവനാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിന് നല്ല കാര്യം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ നേരാക്കാൻ കഴിയും. അല്ലെങ്കിലോ അവൻ അതിനെ കൃത്യമായി പാലിക്കാതെ ഉത്തരവാദിത്വം ജവാബ്ദാരി നിർവഹിക്കാതെ ഞാൻ പ്രസിഡന്റിന് പേര് പറയാൻ വേണ്ടി മാത്രം ഗലാട്ട കൂടി ഏറ്റെടുത്തവനാണെങ്കിൽ അത് വീണ്ടും ടൈറ്റ് ആകുന്നല്ലാതെ അയക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണം പ്രസിഡന്റ് സ്ഥാനം ഗലാട്ടാക്കണ്ട. നിങ്ങാക്കിനായിരുന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെയാണ് പറയുന്നത്. ഇതല്ല ഞങ്ങളെ പറഞ്ഞിട്ട് പോയ അയാൾ നീ പറയുന്നത്, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? സംഘടനയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാ പറയുന്നത്. അധികാരത്തിന് വേണ്ടി ഗലാട്ടയാക്കുന്നു, അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നു, ആളുകളെ ഒപ്പിക്കുന്നു, എനിക്ക് വോട്ടിടാൻ വേണ്ടി ആളുകളെ ഒപ്പിക്കുന്നു, മുൻകൂട്ടി സെറ്റാക്കുന്നു, അവിടെ വോട്ട് നടത്താൻ നീ എനിക്ക് വോട്ടിടുന്നു എന്ന രാഷ്ട്രീയക്കാർക്ക് നമുക്ക് എന്താ വ്യത്യാസമുള്ളത് നിങ്ങൾ ആലോചിച്ചു. ഈ സംഘടന എന്ന് പറയുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ സംഘടനയോ ഭൗതിക സംഘടനയാണോ? ഇതൊരു ആത്മീയ സംഘടനയല്ലേ? ഈ ആത്മീയ സംഘടനക്ക് ഭൗതിക സംഘടന സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ നമുക്കും രാഷ്ട്രീയക്കാർക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വ്യത്യാസമുള്ളത്? സമയമായി 5 മണിക്കൂർ എപ്പോ നിൽക്കുന്ന വാക്കുകൊണ്ടുവരും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, കൈ മാത്രം മുകളിൽ കെട്ടുന്നതല്ല. ഒരാൾ പ്രസിഡന്റായി അല്ലെങ്കിൽ സെക്രട്ടറിയായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ വലിയ ശൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും കാര്യത്തിന് ഒരാൾ നേതൃത്വം ഏറ്റെടുത്താൽ ഉതിയ ബിഹി യൗമൽ ഖിയാമത്തി, നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. ഹത്താ യൂഖഫ അലാ ജിസ്രി ജഹന്നമ, അവനെ കൊണ്ടുവന്ന് നരകത്തിന്റെ ആ പാലത്തിന്റെ മുകളിൽ അവനെ നിർത്തും. നരകത്തിന്റെ പാലത്തിന്റെ മുകളിൽ നിർത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഇൻകാന മുഹ്സിനൻ നജാ, ഉത്തരവാദിത്തം കറക്റ്റായി നിർവഹിച്ചോ അവൻ രക്ഷപ്പെടും. വഇൻകാന മുസീഅൻ ഇൻഖലഫു ബിഹിൽ ജിസ്റു, അല്ല അവൻ പേരിന് മാത്രം പവറിന് വേണ്ടിയിട്ടാണോ പ്രസിഡന്റ് സെക്രട്ടറി ആയത്, ആ പാലം പൊളിഞ്ഞ് അവൻ നരകത്തിൽ വീണു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ കടപ്പാട് ഉത്തരവാദിത്വമുള്ളതാണ് എന്ത് ഈ സംഘടന നേതൃത്വം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ഒരുപാടുണ്ട്, കണക്കുകളെല്ലാം ഉണ്ട്, എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. ചില്ലറ സംഗതിയല്ല, നമ്മൾ തമ്മിലടിക്കേണ്ടതല്ല, കച്ചറ കൂടേണ്ട സംഗതിയല്ല. ആരും കിട്ടാതെയായോ അവൻ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ആര് കിട്ടിയോ അവൻ പരാജയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വിഭാഗത്തിൽ അധികാരമോഹികളായ, അത് പള്ളിന്റെ പ്രസിഡന്റ് സ്ഥാനമാവട്ടെ, സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനമാവട്ടെ, ഏത് അധികാരമാവട്ടെ, നമ്മൾ കൊതിക്കാനേ പാടില്ല. അതിനു വേണ്ടി ഒരിക്കലും കുഴപ്പമുണ്ടാക്കാനും പാടില്ല. എന്തൊക്കെ ഇവിടെ പ്രസിഡന്റുമാരായി ജീവിച്ച് എത്ര ആൾക്കും മരിച്ചു പോയില്ല, എന്തെങ്കിലും ആയോ? പള്ളിന്റെ പ്രസിഡന്റായിട്ട് ജീവിച്ച് ഒരുപാട് കാലം ജീവിച്ച് പോയവരെ വെച്ച് എന്തെങ്കിലും എന്തായി? അതിന്റെ കൈ മണക്കോട് കൊടുക്കണമെന്നല്ലാതെ എന്തെങ്കിലും കിട്ടിയോ? എന്തും കിട്ടിയോ?
അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ കൊതിക്കരുത്, അതിന് വേണ്ടി സംഘടിക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യം പ്രവർത്തനങ്ങൾ മാത്രമാകണം, അധികാരമാകരുത്. നമ്മൾ പ്രവർത്തിക്കുക, കഷ്ടപ്പെടുക, അധ്വാനിക്കുക. സർക്യൂലറിൽ എന്തൊക്കെ വന്നോ അത് കൃത്യമായി നടപ്പിൽ വരുത്താൻ ഓരോരുത്തരും ആവേശം കാണിക്കുക. അതുപോലെ ഓരോ സമയത്ത് അവിടെ പ്രാദേശികമായി ചെയ്യേണ്ടത് എന്തൊക്കെയുണ്ടോ അത് ചെയ്യാൻ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. എന്ത് കാര്യങ്ങൾ നമ്മുടെ ഈ മഹലിൽ, നമ്മുടെ ഈ ഏരിയയിൽ എന്തൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യണം, എവിടൊക്കെ ഇൽമിന്റെ കുറവുണ്ട്, എന്തിന്റെ കുറവുണ്ട്, എന്തൊക്കെ ഇവിടെ പരിഹരിക്കണം എന്ന് ചർച്ച ചെയ്തുകൊണ്ട് അത് നിർവഹിക്കാൻ നോക്കുക. അല്ലാതെ അവൻ പ്രസിഡന്റായി അവനെ അടുത്തവരെ താത്തിക്കിടണോ, ഓനെ മീത്തക്കിടണോ, അവനെ സൈഡിലാക്കണോ, ഓനെ കൊണ്ടുകിടണോ, അങ്ങനെ ചിന്തിക്കാൻ പോകണ്ട. നമ്മളെ ചിന്ത അങ്ങനല്ലേ, അവൻ വെച്ച് താത്തിക്കിടണം, എന്റെ പൈസ വാങ്ങ അല്ല തേങ്ങ, അവനെ കൊണ്ടുകൊള്ളണം, ഓനെ മീത്ത കൊണ്ടുകൊള്ളണം. ഇത് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, അപ്പോ ഈ അധികാരത്തിനോടുള്ള മോഹം നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. മറ്റൊരു കാര്യം, ലോകമാന്യം. സംഘാടകർക്ക് ഒരിക്കലും ലോകമാന്യം ഉണ്ടാകരുത്. പേരിനും പ്രശസ്തിക്ക് വേണ്ടി ആകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ആത്മാർത്ഥത വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റിയാഇനെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നാ ഖുവഫ മാ അഖാഫു അലൈക്കും, നിങ്ങൾക്ക് മേലെ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് അശ്റുഖുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ് എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, നബി എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകമാന്യം അഥവാ ആളുകളെ കാണാൻ വേണ്ടി, പേരും പ്രശസ്തിക്ക് വേണ്ടി സംഗതികൾ ചെയ്യുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പേര് കിട്ടണോ, ഞാൻ പ്രസിഡന്റായിട്ട് ഇന്നതാക്കി എന്ന് പറയാൻ വേണ്ടി ആകരുത്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാകാനും കബൂലിയത്ത് കിട്ടാനും ആ നിയ്യത്തോടെ കൂടി ആകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇന്ന ഫീ ജഹന്നമ ലവാഹിയാ, നിശ്ചയമായും നരകത്തിൽ ഒരു ചെരുവുണ്ട്, ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, യസ്തഈദു ജഹന്നമു മിൻ ദാലികൽ വാദി ഫീ കുല്ലി യൗമിൻ 400 മറ. നരകം തന്നെ അതിനെ തൊട്ട് ഒരു ദിവസത്തിൽ 400 വട്ടം പഠിച്ചവരോട് കാവല തേടുന്നു. നരകം തന്നെ അങ്ങനത്തെ ഒരു ഭയാനകമായ ഒരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട് നരകത്തിൽ. ആരിക്കാണത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ നരകം പോലും ഒരു ദിവസത്തിൽ 400 വട്ടം കാവല് തേടുന്ന ഒരു ഇടം. ആ ഇടം ആരിക്കാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലിൽ മുറാഈന മിൻ ഉമ്മത്തി മുഹമ്മദിൻ, ഈ ഉമ്മത്ത് നിന്ന് ലോകമാന്യം കാണിക്കുന്നവരാരാണോ അവർക്കാണ് ആ സ്ഥലമുള്ളത്. ബിഹാമിദി കിതാബില്ലാഹ്, ഒന്നാമത് പണ്ഡിതർക്ക്, ആലിമീങ്ങൾ, ലോകമാന്യത്തോടുകൂടി ജനങ്ങളെ പേരിനും പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾ, ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദുമാർ, അവർക്കാണ് ഒന്നാമത് ആ നരകം കിട്ടുന്നത്. അല്ലാഹു കാക്കട്ടെ. നമ്മളെല്ലാവരും മുഖറവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും അല്ലാഹു പെടുത്തി തരുമാറാവട്ടെ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുസദ്ദിഖി ഫീ ഗൈരി ദാത്തില്ലാഹ്, അള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കാതെ ലോകമാന്യത്തിന് വേണ്ടി സദഖ കൊടുത്ത ആളുകൾ, അവർക്കുമാണ് ആ സ്ഥലമുള്ളത്. മൂന്നാമത് ലോകമാന്യത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ആള്, ഹാജാർ എന്ന് പറയാൻ വേണ്ടി ഹജ്ജിന് പോകുന്ന ആളുകൾ, നാട്ടിൽ വലിയ അറിയപ്പെട്ട ആളാകണം എന്ന ഉദ്ദേശത്തോടുകൂടി ഹജ്ജിന് പോയ ആളുകൾ, അവർക്കുമാണ്. നാലാമത് അള്ളാന്റെ വഴിയിൽ ഞാൻ ഇതേപോലെ നമ്മുടെ സംഘടനയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ലോകമാന്യത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ആരാണോ അവനിക്കാണ് നരകത്തിലെ ഈ ഭയാനകമായ ഇടം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സ്ഥാനത്തിന്റെ ആഗ്രഹങ്ങളില്ലാതെ, ലോകമാന്യമില്ലാതെ, ആത്മാർത്ഥതയോടുകൂടി SSFലും SYSലും നല്ല പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, ഈ ദീൻ വളർത്താൻ വേണ്ടി എത്ര കഷ്ടമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ചെറിയ കഷ്ടാണ്. ഇസ്ലാമിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. കൂടെ വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം അതാ കഅബയുടെ അടുത്ത് മക്കയിലെ മുശ്രിക്കുകൾ ഇങ്ങനെ ആളുകൾ കൂടി തടിച്ചുകൂടി, മുഹമ്മദിൽ നിന്ന് പാഠം പഠിപ്പിക്കണം, മുഹമ്മദിൽ നിന്ന് പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ കഅബയുടെ അടുത്തെത്തി. എത്തിയപ്പോൾ മക്കയിലെ തമ്മാടികളായ മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ റൗണ്ടപ്പ് ചെയ്തുകൊണ്ട് ഏകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരാളുമില്ല, ഒറ്റക്കാണ്. അവരാണെങ്കിലോ നൂറുകണക്കുള്ള ചെറുപ്പക്കാരും വലിയ വലിയ ആളുകളാണ് ഒരുമിച്ച് കൂടിയത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന റസൂലിനോട് റൗണ്ടപ്പ് ചെയ്തുകൊണ്ട് ആ ശത്രുക്കളായ തമ്മാടികളായ ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി കുറെ 100 RSSകാർ ഒരുമിച്ച് കൂടി നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലേ? നമ്മളെ കഥ കഴിയില്ലേ? എന്നാ അല്ലാഹുവിന്റെ റസൂലിനെ റൗണ്ടപ്പ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കുന്നു, അന്തല്ലദീ തസുബ്ബു ആലിഹതനാ വതൻഹാനാ അമ്മാ യഅബുദു ആബാഉനാ. നീയടാ ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത പറയുന്ന ആള്, ഞങ്ങളെ ദൈവങ്ങൾക്ക് ആരാധിക്കരുതെന്ന് പറയുന്ന ആള് നീയാണോ? അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് എന്താ പറഞ്ഞത്? അത്ര നൂറക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പേടിക്കാതെ പതറാതെ അവിടുന്ന് പറയുന്നു, ഞാൻ അനദാ, അതെ ഞാൻ തന്നെയാ. എന്താണ് നിങ്ങൾക്ക്? ഞാൻ തന്നെയാണത്. നിങ്ങളെ വിഗ്രഹങ്ങളെ വിരോധിക്കുന്നവൻ ഞാനാണ്. നിങ്ങളെ ആരാധിക്കരുത്, അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്നവൻ ഞാനാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തതാ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലേക്ക് ഒരു കയറോ ഒരു വള്ളി പോലോ ഒരു വസ്ത്രങ്ങളെ കൊണ്ടുവന്ന് കായ്ച്ച് അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചങ്ങ് വലിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നിലത്ത് വീണു. വേദന കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ബോധം കെട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന നിലക്കാണെന്നവർ മനസ്സിലാക്കിയിരുന്നു. ആ നിലക്ക് കൂട്ടരും അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചെന്ന് വലിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നിലത്ത് വീണ ബോധം കെട്ടുപോയി. ആ സമയത്താണ് ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു എന്ന നിലക്ക് ഒച്ചപ്പാടുണ്ടായപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഒറ്റയ്ക്ക് ഓടി വന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, തഖതുലൂന റജുലൻ അയ്യഖൂല റബ്ബിയല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞു വെച്ച കാരണമുണ്ട്. ആ സാധുവായ മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ? അല്ലാഹുവിന്റെ റസൂലിനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പിടിച്ച് രക്ഷപ്പെടുത്തുന്നു. നിങ്ങൾ ആലോചിച്ചു, അല്ലാഹുവിന്റെ ദീനിന് അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെയാണ്, എത്ര പീഡനങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തുപ്പിയവരുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് മണ്ണ് വിളിച്ചെറിഞ്ഞവരുണ്ട്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് കല്ല് വിളിച്ചെറിഞ്ഞവരുണ്ട്. ആ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയെല്ലാം കഷ്ടം വന്നത് അവിടുത്തെ ഭാര്യയ്ക്ക് അരി കൊണ്ടുപോയി കൊടുക്കാനല്ല, അല്ലെങ്കിൽ കുടുംബത്തിന് പോറ്റാനല്ല. അല്ലാഹുവിന്റെ റസൂൽ കഷ്ടം വന്നത് ഈ ദീനിനെ വളർത്താനാണ്, ഈ ദീനിനെ വളർത്താനാണ്. അത്രക്കും കഷ്ടം വന്ന് വളർത്തിയ ദീനിനെ നമ്മൾ തളർത്തുന്നവരാകരുത്, നമ്മൾ തളർത്തുന്നവരാകരുത്. നമുക്ക് എത്ര വയസ്സായാലും നമ്മുടെ മനസ്സിലൊരു നീയത്ത് വരണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ പറയുന്നത് ഈ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്, ദീനിനെ വളർത്താനാണ്. അതുകൊണ്ട് മരിക്കുന്നതുവരെ ഞാൻ ആവേശത്തോടുകൂടി പ്രവർത്തിക്കും, ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കും എന്ന് ഓരോരുത്തരും നീയത്തെടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനസ്സ് നിങ്ങൾക്ക് വന്നോ? ആ മനസ്സ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഇനി
അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതിയോ? എന്ത് ചെയ്യണം? ഇനി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയാവില്ല. അതിനർത്ഥം ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിംഗിലേക്ക് വിളിക്കുമ്പോൾ മീറ്റിംഗിന് വരണം, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വരണം. എല്ലാവരും സജീവമായ സാന്നിധ്യം നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രവർത്തനം